കാലവർഷം എത്തുന്നതോടെ കാസർഗോഡ് ബേവിഞ്ചയിലെ ദേശീയപാത നിർമ്മാണം ആശങ്കയാവുകയാണ്. നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി കുന്നിടിച്ചതിലൂടെ ഈ മേഖല അപകടം മുനമ്പാകുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് അപകട ഭീഷണിയിൽ കഴിയുന്നത്. റോഡ് നിർമ്മാണത്തിനായി പലയിടത്തും മണ്ണെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വലിയ കുന്നുകൾ അപ്പാടെ ഇടിച്ചു നിരപ്പാക്കിയുള്ള ദേശീയപാത നിർമ്മാണം കാസർഗോഡ് ചെങ്കള ബേവിഞ്ച സ്വദേശികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. കുന്നിടിച്ച പ്രദേശത്ത് കഴിഞ്ഞ മഴയിൽ വലിയൊരു ഭാഗം അടർന്നു വീണിരുന്നു. അപ്പോഴാണ് അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകുന്നതും. ഇപ്പോഴും ഏതു നിമിഷവും ഇടിയാൻ പാകത്തിൽ മണ്ണ് ഇളകി നിൽക്കുന്നുണ്ട്. മണ്ണെടുപ്പ് തുടർന്നുകൊണ്ട് റോഡ് നിർമ്മാണം പുരോഗമിക്കുമ്പോൾ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ആശങ്കയിലുള്ളത്. അപകട ഭീഷണിയാണ് മെയിനായിട്ട് കാണുന്നുള്ളത്. ഇപ്പോഴും മുമ്പേ അപകടം വന്നിട്ട് ഒരു ഭാഗം വലിയ ഇടിച്ചിലൊക്കെ ഇടിഞ്ഞ് അവിടെ കുറച്ച് ഭാഗം ഒരു 50 മീറ്റർ നീളത്തിലേക്ക് റിട്ടേണിംഗ് വാൾ ഉണ്ടാക്കി. അതിൻ്റെ ബാക്കി ഭാഗം ഈ ഒരു സീസണായിട്ടും അവർ റിട്ടേണിംഗ് വാളോ കാര്യങ്ങളോ ഒന്നും എടുത്തതായിട്ട് അവിടെ കാണുന്നില്ല. അത് വീണ്ടും അങ്ങനെ തന്നെ അടുത്ത മഴക്ക് ഇടിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത മാതിരിയാണ് കാണുന്നുള്ളത്. അത്രയും അപകടം പിടിച്ച് അതിൻ്റെ മേലെയുള്ള വീടുകളെല്ലാം ഏത് സമയത്തും ഇടിഞ്ഞു പോകുന്ന അവസ്ഥക്കാരാണ് അവിടെ സ്ഥലമുള്ളത്. ഒരു പ്രൊട്ടക്ഷൻ വാളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വളവുകളും കയറ്റിറക്കങ്ങളും കുറച്ച് ദേശീയപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ കുന്നിടിച്ച് നിരപ്പാക്കുന്നതെന്നാണ് ന്യായവാദം. അപ്പോഴും കുന്നിടിക്കലിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന മറുചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ദേശീയപാതയുടെ ഇരുഭാഗത്തുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുമ്പോൾ ഈയൊരു മഴക്കാലം എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന ആശങ്ക അവർ പങ്കുവെക്കുന്നു. കൂടാതെ വെള്ളമൊഴിഞ്ഞു പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 6 കിലോമീറ്ററോളം ദൂരത്തിൽ സർവീസ് റോഡില്ലാത്തതും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.